എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഫൈസൽ ഗുരുക്കൾ, കോഴിക്കോട് യുവഭാരത കളരി സംഘം. നമ്മുടെ പ്രിയ സുഹൃത്തും ദീർഘകാലമായ സൗഹൃദവുമുള്ള ഹരിയാശാൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാനാകെ ഒരു വളരെ ഒരു ആനന്ദം ഉണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ഇതിലുള്ള പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുവാനും കഴിഞ്ഞു. നമ്മുടെ ഹരിയാശാൻ്റെ ഈ സമ്പ്രദായത്തിനെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ അദ്ദേഹം വിവരിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവേഗതയും അഭ്യാസത്തിലുള്ള ആ പ്രത്യേകതയും അത് മുമ്പേ നമ്മൾ എല്ലാം രുചിച്ചറിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കളരിയിലൊക്കെ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. പിന്നെ താന്ത്രികമായും മന്ത്രപരമായുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വെച്ച് അദ്ദേഹം ഒരുപാട് പൂജാതി കർമ്മങ്ങളും ഒരുപാട് ത്യാഗങ്ങളും സഹിച്ച് ഈ അഭ്യാസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന ഒരു ഗുരുനാഥൻ കൂടിയാണ്. അതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു കുറച്ച് കഠിനമായ പരിശീലനം ആവശ്യമുള്ള ഒരു അഭ്യാസം കൂടിയാണ്. ഇതിൽ നമ്മുടെ അനീഫ ഗുരുക്കൾ പറഞ്ഞതുപോലെ ഏതൊരു കളരിയായാലും അഭ്യാസമായാലും അതിൻ്റെ അവസാനം നമ്മൾ ഒരു ആത്മീയമായ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴികളാണ് എല്ലാ ഗുരുനാഥന്മാരും പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊരു ആക്രമണോത്സുകത പ്രകടിപ്പിക്കേണ്ട ഫീൽഡല്ല. നമ്മൾ കൂടുതൽ അഭ്യാസം പഠിച്ചു വരുന്നതിനനുസരിച്ച് നമുക്ക് പക്വതയും എളിമയും വരണം. അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥനും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സെമിനാറിൽ വളരെ പ്രശംസനീയമായ ഒരു പ്രകടനമാണ് നമ്മുടെ ഹരിയാശാൻ കാഴ്ചവെച്ചത്. അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം നൽകിയതിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമസ്കാരം.